നമസ്കാരം. ഇസ്രായേലിനെ ചുട്ടരിക്കാൻ റഷ്യൻ മിസൈലുകൾ. ട്രംപും നെതന്യാഹുവും റഷ്യൻ സേനയുടെ പിടിയിലാകും. സത്യത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഒരു ഭൂപടമുണ്ടാക്കി ആ ഭൂപടത്തിൽ നോക്കിയാൽ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രാജ്യമുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യമില്ലാത്തൊരു ഭൂപടം ഉണ്ടാക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കുമോ ഈ യുദ്ധങ്ങൾ എന്ന് ചിന്തിക്കേണ്ടി. കാരണം ഇത്രത്തോളം യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല ഇസ്രായേലിനെ പോലെ. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയും ഇത്രത്തോളം യുദ്ധവെറിയന്മാരെ കാണുന്ന കൂട്ടത്തിൽ ഏറ്റവും മഹാനാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു. ഒപ്പം നിർത്താൻ കഴിയുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. രണ്ടുപേർക്കും യുദ്ധം ഹരമാണ്. അപ്പോൾ ഇവിടെ അധിനിവേശ ശക്തികളെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ ജനറലിൻ്റെ ഒരു അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അഹങ്കാരത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും സർവ്വ അതിരുകളും ലംഘിച്ചുള്ള പോരാട്ടങ്ങൾ ഒടുവിൽ ഇസ്രായേലിൻ്റെ അതിൻ്റെ അന്ത്യത്തിന് വഴി തുറക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാട്ട് എത്തിയിരിക്കുന്നത് റഷ്യൻ സൈനിക നേതൃത്വം ആണ്. റഷ്യൻ സൈനിക മേധാവിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ആപ്തി അലാബിഡിനോവ് അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ അധിനിവേശ ശക്തികളുടെ നെഞ്ചകം പിളർക്കുന്ന ഒന്നാണെന്ന് പറയട്ടെ. അമേരിക്കയെയും മുഴുവൻ നാറ്റോ സഖ്യത്തെയും യുദ്ധത്തിൻ്റെ കറുത്ത ചുഴിയിലേക്ക് തള്ളിവിട്ട് പശ്ചിമേഷ്യയെ മൊത്തമായി ചാരമാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് പറയട്ടെ. എന്നാൽ സ്വന്തം കരുത്തിനെ അമിതമായി കണക്കാക്കൂട്ടുന്ന അവരുടെ വീഴ്ച സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കുമെന്ന് പറയുവാൻ ആവിനോവ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് ഏജൻസിയായ ടാസിനോട് സംസാരിക്കവേ തങ്ങളുടെ ശക്തിയെ അമിതമായിട്ട് വിലയിരുത്തുന്ന ഇസ്രായേൽ ഒടുവിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർ നിലനിൽക്കുന്നത് തന്നെ അവസാനിപ്പിക്കുമെന്ന് ഈ റഷ്യൻ സേനാപതി പ്രഖ്യാപിക്കുകയാണ്. അത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് നൽകപ്പെടുന്ന അന്തിമ പ്രഹരത്തിൻ്റെയും അന്ത്യദിനങ്ങളുടെയും ഒക്കെ ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നുകൂടി പറയട്ടെ. അലാബിഡിനോവിൻ്റെ പ്രസ്താവനയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗമെന്ന് പറയപ്പെടുന്ന ഇസ്രായേലിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്. സംഘർഷം പരമാവധി വ്യാപിപ്പിച്ച് അമേരിക്കയും മുഴുവൻ നാറ്റോ സഖ്യത്തെയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വലിച്ചിഴക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ അത്തരമൊരു തന്ത്രം ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് പറയുകയാണെങ്കിൽ അവർ സ്വന്തം ശക്തിയെ അമിതമായിട്ട് വിശ്വസിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നുവെന്നും ഒടുവിലൊരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരുന്നുവെന്നാണ് റഷ്യൻ സൈനിക നേതൃത്വം പറയുന്നത്. അപ്പോൾ റഷ്യൻ സൈനിക നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഈ പരാമർശം എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നതാണ്. എന്നാൽ ഈ പ്രസ്താവനയെ ഒരു ഔദ്യോഗിക റഷ്യൻ നയപ്രഖ്യാപനമായിട്ട് നമ്മൾ കാണേണ്ടത് ആവശ്യമില്ല. ഇത് അലാബിഡിനോവിൻ്റെ വ്യക്തിഗത വിലയിരുത്തലും ആരോപണവുമായിരിക്കാം. ഇസ്രായേൽ യഥാർത്ഥത്തിൽ അമേരിക്കയെയും നാറ്റോയെയും ബോധപൂർവം യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണോ എന്നത് സ്വതന്ത്രമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ സ്ഥിരീകരിക്കപ്പെടാത്ത വസ്തുതയായിട്ട് കാണുന്നതിനേക്കാൾ നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള റഷ്യൻ സൈനിക വീക്ഷണത്തിൻ്റെ ഒരു സൂചനയായി കാണുന്നതാണ് ഉചിതം. അപ്പോൾ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയപ്പെടുന്ന അത് മറ്റു രാജ്യങ്ങളെയും സൈനിക ശക്തികളെയും സഖ്യങ്ങളെയും ഒക്കെ എത്രത്തോളം ഉൾപ്പെടുത്തുന്നു എന്നതാണ്. ഇസ്രായേലിന് അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സൈനിക രാഷ്ട്രീയ പിന്തുണയുണ്ട്, ഉറപ്പാണ്. മറുവശത്ത് ഇറാൻ പ്രാദേശിക സഖ്യങ്ങളിലൂടെയും മിസൈൽ ഡ്രോൺ ആക്രമണ ശേഷികളിലൂടെയും പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റുമുട്ടലിലേക്ക് അമേരിക്ക നേരിട്ട് കൂടുതൽ ആഴത്തിൽ കടന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. അലാബിഡിനോവിൻ്റെ വാദത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയപ്പെടുന്നതും ഈ സാധനമാണ്. അപ്പോൾ അമേരിക്കയെയും നാറ്റോയെയും നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുവരുന്നത് സംഘർഷത്തിൻ്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്നത് നിയന്ത്രണാതീതമാക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സ്വന്തം സൈനിക ശേഷിയെ അമിതമായിട്ട് വിലയിരുത്തുകയാണ്. എന്നാൽ ഇസ്രായേലിന് ശക്തമായിട്ടുള്ള വ്യോമസേന, മിസൈൽ പ്രതിരോധ സേന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്റലിജൻസ് ശൃംഖല, അമേരിക്കൻ പിന്തുണ എന്നിവയുള്ളതിനാൽ ഈ വിലയിരുത്തലിന് എത്രത്തോളം സൈനികമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറാനുമായിട്ടുള്ള നയതന്ത്ര സമീപനം ആശയക്കുഴപ്പം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ഇറാനുമായിട്ട് ചില ഘട്ടങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നുവെങ്കിലും ടെഹ്റാൻ പക്ഷേ ഒരു കരാറിന് തയ്യാറാകുന്നതുവരെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്നുവെന്ന സൂചനകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇറാനുമായിട്ട് നിലവിൽ നിന്ന ഒരു ചർച്ചയോ സംഭാഷണമോ നടക്കുന്നില്ല എന്നും നാവിക ഉപരോധം തുടരുകയാണെന്നൊക്കെ, ഹോർമൂസ് കടലിടക്ക് തുറക്കുന്നു എന്നൊക്കെ വലിയ വായിൽ
സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നയതന്ത്രത്തിനൊപ്പം സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള സമ്മർദ്ദം നിലനിർത്തുവാനുള്ള അമേരിക്കയുമായിട്ടുള്ള ശ്രമമായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടി വരും. റഷ്യയുടെ നിലപാട് മനസ്സിലാക്കാൻ പശ്ചിമേഷ്യയിൽ അതിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അമേരിക്കൻ സ്വാധീനം ഈ മേഖലയിലുടനീളം വർദ്ധിക്കുന്നത് മോസ്കോയ്ക്ക് തന്ത്രപരമായിട്ടുള്ള വെല്ലുവിളിയാണ്. അതേസമയം ഇറാനുമായിട്ട് റഷ്യയ്ക്ക് രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിൽ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതിനാൽ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള കടുത്ത റഷ്യൻ പ്രസ്താവനകൾക്ക് വിശാലമായിട്ടുള്ള ഭൗമരാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ വലിയ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക ഇടപെടൽ കൂടുതൽ വർദ്ധിക്കുന്നത് റഷ്യയ്ക്ക് മറ്റൊരു തന്ത്രപ്രധാനമായിട്ടുള്ള വെല്ലുവിളിയായി മാറില്ലേ എന്നുള്ള സംശയമുണ്ട്. അതിനാൽ അമേരിക്കൻ സൈനിക ശക്തി ഒന്നോ അല്ലെങ്കിൽ ഒരേ സമയം തന്നെ ഒന്നിലധികമോ മേഖലകളിൽ വ്യാപിപ്പിക്കപ്പെടുന്ന സാഹചര്യം അത് ചിലപ്പോൾ മോസ്കോ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ അലാബിഡിനോവിൻ്റെ ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇല്ലാതാകാമെന്ന പരാമർശം അതിൻ്റെ കടുത്ത യാഥാർത്ഥ്യ ഭാഷ കൊണ്ടാണ്, അല്ലെങ്കിൽ കടുത്ത ഭാഷ കൊണ്ടാണ് ശ്രദ്ധ നേടുന്നത് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ ഭീഷണി ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് കൂടി പറയട്ടെ. പ്രധാന ആശങ്ക ഒരു പ്രാദേശിക യുദ്ധം അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ഏറ്റുമുട്ടലായി മാറുകയും അതിലേക്ക് മറ്റ് ശക്തികൾ കൂടി വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടായാൽ സൈനിക ആക്രമണങ്ങൾ മാത്രമല്ല, എണ്ണ വിതരണം, കപ്പൽ ഗതാഗതം, വ്യോമപാതകൾ, പ്രാദേശിക സൈനിക താവളങ്ങൾ, സൈബർ മേഖല, ആഗോള സാമ്പത്തിക വിപണി തുടങ്ങിയവ അടക്കമുള്ള കാര്യങ്ങൾ ബാധിക്കപ്പെടാം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സാമ്പത്തിക താവളങ്ങൾ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യത അത് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണ്. ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിൻ്റെ തിരിച്ചടികൾ എന്നിവയൊക്കെ പരസ്പരം ഈ പ്രതികരണ ചക്രം സൃഷ്ടിക്കുവാനുള്ള സാധ്യത അടക്കം കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അലാബിഡിനോവിൻ്റെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്ന സംഘർഷം എത്രത്തോളം വികസിപ്പിക്കാനും ആവും എന്നതല്ല, അതെവിടെ നമുക്ക് നിർത്താനാകും, എങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാനാകും എന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടായാൽ ഈ പറയുന്ന എല്ലാ അഹങ്കാരങ്ങളും ശമിച്ചു തന്നെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധം തുടങ്ങുന്നു എന്ന് മാത്രം, ഇതെപ്പോൾ അവസാനിക്കുന്നു എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. പക്ഷേ അവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്രവാതിൽ പൂർണ്ണമായി അടയുകയും സൈനിക സമ്മർദ്ദം തുടർച്ചയായിട്ട് ഉയരുകയും ചെയ്താൽ ഒരു ചെറിയ സംഭവത്തിന് പോലും ഒരു വലിയ സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പറയട്ടെ. ചുരുക്കത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇല്ലാതാകുമെന്ന റഷ്യൻ ജനറലിൻ്റെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ല. അപ്പോൾ റഷ്യൻ ജനറലിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു പ്രവചനമാണോ, അതോ പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധത്തിൻ്റെ അപകട സൂചനയാണോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയപ്പെടുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ അമേരിക്കൻ ഇറാൻ നീക്കങ്ങളും ഇസ്രായേലിൻ്റെ സൈനിക തീരുമാനങ്ങളും തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലിനെ ചുട്ടടിക്കാൻ റഷ്യൻ മിസൈലുകൾ തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയിക്കുകയും വേണ്ട. ട്രംപും നെതന്യാഹുവും റഷ്യൻ സേനയുടെ പിടിയിലാകുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ റഷ്യൻ സായുധ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് തടുക്കുവാനുള്ള കരുത്ത് ഇസ്രായേലിനും ഒപ്പം തന്നെ അമേരിക്കയ്ക്കും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോക പോലീസ് ചമയുന്ന പണി അമേരിക്ക നിർത്തുക. ട്രംപും നെതന്യാഹുവും റഷ്യൻ സേനയുടെ പിടിയിലേക്ക് ആകപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകുന്നില്ല. വരും ദിനങ്ങളിൽ റഷ്യയുടെ ഇടപെടലുകൾ കരുത്തുറ്റതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു യുദ്ധത്തിനുള്ള ആവേശമൊന്നും ഈ മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ട്രംപും നെതന്യാഹുവും യുദ്ധക്കൊതിയന്മാരായി മുന്നോട്ട് പോവുകയാണെന്നെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യൻ സേനയുടെ പിടികളിൽ അമർന്നു പോകും ഈ ട്രംപും നെതന്യാഹുവും. മാത്രമല്ല, ഇസ്രായേലിനെ ചുട്ടരിക്കുവാൻ കരുത്തുള്ള റഷ്യൻ മിസൈലുകൾ ഈ ഇസ്രായേൽ പതിക്കുകയും ഇവിടെ ഒരു പുൽനാമ്പ് പോലും പൊടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നുള്ള വളരെ വലിയ മുന്നറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ളത്. പകരം ഇസ്രായേലിൽ വളരെ സാമാന്യ ജനങ്ങളുണ്ട്. മാത്രമല്ല, ഇസ്രായേലെ ഈ പറയുന്ന പോലെ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിനോട് ഒരിക്കലും ഒരു അനുകൂല മനോഭാവം സ്വീകരിക്കാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പാവപ്പെട്ടവരെ കൂടി ചുട്ടരിക്കുന്ന തരത്തിലേക്കുള്ള റഷ്യൻ മിസൈലുകൾ അവിടെ പതിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.